പട്യാല ഹൗസ് കോടതിയിൽ നടന്ന സംഘർഷത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കനയ്യകുമാറിന്റെ അഭിഭാഷക ബൃന്ദ ഗോപറും സ്വന്തം നിലയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി സന്തോഷ് സാർലിംഗ് ചേരുന്നു. സന്തോഷ്, റിപ്പോർട്ടിലെ സുപ്രധാന നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ കനയ്യ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ നൽകിയെന്നും അറിയുന്നു. വിശദാംശങ്ങൾ. അനന്തു, ഇന്നലെ പട്യാല കോടതിയിൽ ആക്രമണം ഉണ്ടായപ്പോൾ അടിയന്തരമായി 5 അംഗ മുതിർന്ന അഭിഭാഷകരുടെ സംഘത്തെ സുപ്രീം കോടതി നിയോഗിച്ചിരുന്നു. ഇവരാണ് ഇന്ന് രേഖാമൂലം സുപ്രീം കോടതിക്ക് നടന്ന സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതി നൽകിയിരിക്കുന്നത്. അവർ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾക്ക് നേരെ വളരെ ശക്തമായ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ നടന്നു. പാക് ചാരനെന്ന് പോലും മുദ്രകുത്തപ്പെട്ട ഒരു കോടതിയുടെ അന്തരീക്ഷമല്ല അവിടെ ഉണ്ടായിരുന്നത് എന്നും ആ അഭിഭാഷക സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ കന്നയ്യയുടെ അഭിഭാഷക വൃന്ദ ഗ്രോവറും പ്രത്യേക റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകി. അവർ ഒരു പരാതി കൂടി അത് ഉന്നയിച്ചിട്ടുണ്ട്. തനിക്ക് തന്റെ പ്രതിക്ക് വേണ്ടി പോലും ഹാജരാകാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല, ബന്ദിയാക്കപ്പെട്ടിരിക്കുകയായിരുന്നു എന്നവർ അറിയിക്കുകയും ചെയ്തു. നാളെ 10 മണിക്ക് ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി രജിസ്ട്രാറോടും സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കോടതി ഇക്കാര്യം വാദത്തിനെടുക്കാമെന്ന് അറിയിച്ചു. ഇതിനിടയിലാണ് കനയ്യ ജാമ്യ ഹർജി സുപ്രീം കോടതിയിൽ മൂവ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിലും നാളെ ജാമ്യ ഹർജി സുപ്രീം കോടതി പരിഗണിച്ച് തീരുമാനം അറിയിക്കുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം തന്നെ ആക്രമിച്ചവരെ കണ്ടാൽ അറിയാമെന്ന കനയ്യയുടെ ഇന്നലെ പട്യാല കോടതിയിൽ രേഖാമൂലം അഭിഭാഷക വഴി അറിയിക്കുകയുണ്ടായി. അത്തരത്തിൽ എന്തെങ്കിലും അഭിഭാഷക ഇവിടെയും അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിശദാംശങ്ങൾ? ഇവിടെ 2 പേരാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഇന്നലത്തെ ആക്രമണത്തെക്കുറിച്ച് വ്യക്തിപരമായി അറിയിച്ചത്. ഒന്ന്, ഒരു അഭിഭാഷകനും തന്നെ ആക്രമിച്ചു എന്ന് അറിയിച്ചു. കൂടാതെ കനയ്യയുടെ അഭിഭാഷക വൃന്ദയും ഗ്രോവറും തന്നെ ആക്രമിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ 2 കാര്യങ്ങൾ സുപ്രീം കോടതി വിശദമായി പരിഗണിച്ചു. അതിനോടൊപ്പം തന്നെ അവർ കനയ്യയ്ക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കനയ്യ ഇക്കാര്യം എഴുതി നൽകിയിട്ടുണ്ടെന്ന കാര്യം സുപ്രീം കോടതി അറിയിച്ചു. പക്ഷെ അക്കാര്യങ്ങളൊക്കെ നാളെ പരിഗണിക്കാം എന്നാണ് അറിയിച്ചത്. പട്യാല ഹൗസ് കോടതിയിൽ നടന്ന സംഘർഷത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഒപ്പം തന്നെ കനയ്യകുമാറിന്റെ അഭിഭാഷക ബൃന്ദ ഗോപറും സ്വന്തം നിലയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. JNU വിഷയത്തിലും പട്യാല ഹൗസ് സംഘർഷങ്ങളിലും പ്രതിഷേധിച്ച് JNU വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തുന്ന പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം. ദില്ലി പോലീസ് മാർച്ചിന് അനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും മനുശങ്കർ ചേരുന്നു. മനു, സംഘർഷാവസ്ഥയാണോ നിലനിൽക്കുന്നത്? കനയ്യകുമാറിനെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുള്ള വലിയ ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇതിൽ കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ദില്ലി പട്യാല ഹൗസ് കോടതിയിൽ അരങ്ങേറിയ ദാരുണമായ സംഭവങ്ങൾ എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വലിയൊരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ മണ്ഡി ഹൗസിൽ വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. നിലവിൽ മണ്ഡി ഹൗസിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും എന്നാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനുള്ള അനുമതി ദില്ലി പോലീസ് നിഷേധിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ജന്തർ മന്ദിറിലെങ്കിലും ഒരു പ്രതിഷേധം നടത്താൻ വിദ്യാർത്ഥികൾക്ക് ദില്ലി പോലീസ് അനുമതി നൽകാറുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ മാത്രം ഒരു പ്രതിഷേധമേ നടത്തേണ്ട എന്നൊരു നിലപാടാണ് ദില്ലി പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മണ്ഡി ഹൗസിൽ എത്തുകയും തുടർന്ന് ഇവർ പാർലമെന്റിലേക്ക് മാർച്ചുമായി നീങ്ങുകയാണ്. എന്നാൽ കനത്ത ഒരു പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പാർലമെന്റിലേക്കുള്ള മാർച്ച് തടയുമെന്നും ഒക്കെയാണ് ദില്ലി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ബജ്രംഗി ദൾ പ്രവർത്തകർ വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധ സമരത്തിനെതിരെ മാർച്ചുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കനത്ത ഒരു സംഘർഷാവസ്ഥയാണ് രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടും വിദ്യാർത്ഥികൾ കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള വലിയ ഒരു പ്രതിഷേധ സമരം ഇപ്പോൾ ദില്ലിയിൽ തുടരുകയാണ്. മനുശങ്കർ വിവരങ്ങൾ നൽകിയത്. JNUവിലെ കനയ്യകുമാറിന്റെ അറസ്റ്റിൽ മോദിയെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും ദ ടെലിഗ്രാഫ് പത്രം രംഗത്ത്. ദ നാഷൻ എന്ന തലക്കെട്ടിലെ ഷൻ എന്ന വാക്ക് പ്രത്യേകം എടുത്തുകാട്ടി പത്രം മോദിയുടെ നിസ്സംഗതയെ വിമർശിക്കുന്നു. കഴിഞ്ഞ ദിവസം ദ പാട്രിയറ്റ് എന്ന വാക്കിലെ റയറ്റ് വാക്ക് കറുപ്പിച്ച് പാറ്റ് റയറ്റ് എന്ന തലക്കെട്ടിലാണ് പത്രം പുറത്തിറങ്ങിയത്. കലാപമുണ്ടാക്കുന്ന BJPക്കാരെ ലക്ഷ്യമാക്കിയായിരുന്നു പത്രത്തിന്റെ വിമർശനം. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ പത്രത്തിന്റെ തലക്കെട്ടിലെ കരുത്ത് ശ്രദ്ധേയമാണ്.
JNU സംഭവത്തിലും തിരുവനന്തപുരത്ത് അഭിഭാഷകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും പ്രതിഷേധിച്ച് അഭിഭാഷകർ ഹൈക്കോടതിക്ക് മുന്നിൽ പ്രകടനം നടത്തി. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഉൾപ്പെടെ വിവിധ അഭിഭാഷക സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. മുതിർന്ന അഭിഭാഷകരായ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, രഞ്ജിത്ത് തമ്പാൻ എന്നിവർ നേതൃത്വം നൽകി. ഡൽഹി പട്യാല കോടതിയിൽ അഭിഭാഷകർ ഗുണ്ടകളായി മാറുന്നതിൽ പ്രതിഷേധിച്ച് ഒരു കൂട്ടം നിയമ വിദ്യാർത്ഥികളും കൊച്ചിയിൽ പ്രകടനം നടത്തി. അടിവസ്ത്രവും വക്കീൽ ഗൗണും ധരിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം. BJP പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി ബഹിഷ്കരിച്ചു. അസോസിയേഷന്റെ നിലപാട് ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ അഭിഭാഷക പരിഷത്ത് രംഗത്തെത്തിയത് കോടതി വളപ്പിൽ അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പട്യാല ഹൗസ് കോടതിയിൽ നടന്ന സംഭവങ്ങളിൽ പ്രതിഷേധിച്ചും JNUവിനെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. KK ജയചന്ദ്രൻ MLA മാർച്ചിനെ അഭിസംബോധന ചെയ്യവേ ഒരു സംഘം BJP പ്രവർത്തകർ അഭിഭാഷകരെ മർദ്ദിച്ചു. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് ബാർ അസോസിയേഷന്റെ തീരുമാനപ്രകാരമായിരുന്നു കോടതി ബഹിഷ്കരണം. ഇതേ തുടർന്ന് അഭിഭാഷകർ കോടതിക്കുള്ളിൽ പ്രകടനവും നടത്തി. ഇതേ തുടർന്ന് ബാർ അസോസിയേഷന്റെ നിലപാട് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി BJPയുടെ നേതൃത്വത്തിൽ അഭിഭാഷക പരിഷത്തും രംഗത്തെത്തി. അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. ഇരുവിഭാഗങ്ങളും മുദ്രാവാക്യം മുഴക്കിയത് അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. അഭിഭാഷകരെ മർദ്ദിച്ചതുകൊണ്ടാണ് കോടതി ബഹിഷ്കരിച്ചതെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ലെന്നും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KP ജയചന്ദ്രൻ പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നടത്തിയ സമരമല്ല. ഇന്ത്യയിലെ മുഴുവൻ അഭിഭാഷക സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുടെ ആളുകളായി പ്രതിഷേധ സമരം നടത്തിയവരാണ്. മറുഭാഗത്ത് അഭിഭാഷകനുണ്ടായിരുന്നു എന്ന് സുരേഷ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ അക്ഷരം പ്രതി മാനിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ മർദ്ദിച്ചതിലുള്ള പ്രതിഷേധമാണ്. ആരെങ്കിലും അവരെ മർദ്ദിച്ചെങ്കിൽ അതിലും ബാർ അസോസിയേഷൻ എന്ന നിലയിൽ പ്രതിഷേധമുണ്ട്. BJP നേതാവ് VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ കോടതി വളപ്പിലെത്തി ബാർ അസോസിയേഷൻ നിലപാടിനെതിരെ സംസാരിച്ചു. അഭിഭാഷകരെ മർദ്ദിച്ച സംഭവത്തിലും BJP രാഷ്ട്രീയം കലർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അഭിഭാഷകർക്കിടയിൽ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് മന്ത്രി 5 കോടി രൂപ കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. കൺസ്യൂമർ ഫെഡ് മുൻ MD റെജി നായർ, പ്രസിഡന്റ് ജോയി തോമസ്, മാനേജർ ജയകുമാർ എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൺസ്യൂമർ ഫെഡിന് മദ്യം എത്തിച്ചു നൽകുന്ന വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് 5 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. കൺസ്യൂമർ ഫെഡ് മുൻ MD റെജി നായർ, മുൻ പ്രസിഡന്റ് ജോയി തോമസ്, മുൻ മാനേജർ ജയകുമാർ എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് ഉത്തരവുണ്ട്. പൊതുപ്രവർത്തകൻ ജോർജ് വട്ടുകുളം നൽകിയ പരാതിയിലാണ് അന്വേഷണം വേണം. കോടതി തന്നെ പറഞ്ഞു അന്വേഷണം വേണം. അപ്പം മന്ത്രിയെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. കോടതി ഇതിൽ അന്വേഷണം വേണം, നടക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം 3 കാര്യങ്ങളിലാണ് പ്രത്യേകം നമ്മൾ കൊടുത്തതിൽ 18 കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് പ്രത്യേകം അന്വേഷിക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. 125 കമ്പനികളിൽ നിന്ന് മദ്യം വാങ്ങിയതിൽ നാമമാത്രമായ കമ്പനികളുടെ ഇൻസെന്റീവ് മാത്രമാണ് കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ വിവിധ ജില്ലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അഴിമതി നടന്നെന്ന ആരോപണവും അന്വേഷിക്കാൻ ഉത്തരവുണ്ട്. മൊബൈൽ ത്രിവേണി വാഹനങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേടുകളും ത്വരിതാന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ഏപ്രിൽ 4-നകം ത്വരിതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജ് SS വാസൻ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സോളാർ കമ്മീഷനെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ PP തങ്കച്ചനും സർക്കാരിനും വിശദീകരണം ആവശ്യപ്പെട്ട് കമ്മീഷൻ നോട്ടീസ് അയച്ചു. തങ്കച്ചൻ പറഞ്ഞ രീതിയിലാണ് സർക്കാർ ചിന്തിക്കുന്നതെങ്കിൽ കമ്മീഷൻ തുടരുന്നതിൽ കാര്യമില്ലെന്ന് ജസ്റ്റിസ് ശിവരാജൻ. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ സരിതയുടെ ക്രോസ് വിസ്താരം ഈ മാസം 22-ലേക്ക് മാറ്റി. ഖേദം പ്രകടിപ്പിച്ചുള്ള ഷിബു ബേബി ജോണിന്റെ സത്യവാങ്മൂലം കമ്മീഷൻ അംഗീകരിച്ചു. UDF കൺവീനർ PP തങ്കച്ചൻ കമ്മീഷനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ളവരുടെ പരാതിയെ തുടർന്നാണ് തങ്കച്ചനും സർക്കാരിനും നോട്ടീസ് അയക്കാൻ കമ്മീഷൻ ഉത്തരവായത്. കമ്മീഷൻ മുൻവിധിയോടെ പ്രവർത്തിക്കുന്നുവെന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ജസ്റ്റിസ് ശിവരാജൻ പരിശോധിച്ചത്. UDF കൺവീനർ പറഞ്ഞ രീതിയിലാണ് സർക്കാരും ചിന്തിക്കുന്നതെങ്കിൽ കമ്മീഷൻ തുടരുന്നതിൽ കാര്യമില്ലെന്ന് ജസ്റ്റിസ് ശിവരാജൻ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് സർക്കാരിനോടും തങ്കച്ചനോടും വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടത്. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഹാജരായെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഇന്ന് മൊഴി നൽകാനാവില്ലെന്ന് സരിതയുടെ അഭിഭാഷകൻ അറിയിച്ചു. കള്ളത്തരം പറയരുതെന്ന് കമ്മീഷൻ പറഞ്ഞു. ശബ്ദവിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞതായി സരിത കമ്മീഷനെ അറിയിച്ചു. മറ്റു കക്ഷികളുടെയും അഭിപ്രായം കേട്ട ശേഷം സരിതയുടെ വിസ്താരം ഈ മാസം 22-ലേക്ക് മാറ്റി. കമ്മീഷനെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഷിബു ബേബി ജോൺ സമർപ്പിച്ച വിശദീകരണ സത്യവാങ്മൂലം കമ്മീഷൻ അംഗീകരിച്ചു. കമ്മീഷനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തിയിട്ടില്ലെന്നും ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നതെന്നടക്കമുള്ള മന്ത്രിയുടെ വാദം അംഗീകരിച്ച് കമ്മീഷൻ പരാതി തീർപ്പാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
KPCCക്കെതിരെ വക്കം പുരുഷോത്തമൻ തെരഞ്ഞെടുപ്പ് തോൽവി പഠിച്ച് സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പാക്കാൻ KPCC ഭയപ്പെടുന്നു. പാർട്ടിക്ക് പുറത്തെ ശത്രുവിനേക്കാൾ പാർട്ടിക്കുള്ളിലെ ശത്രുവിനെ ഭയക്കണമെന്നും വക്കം പറയുന്നു. 2006 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി പഠിക്കാൻ KPCC നിയോഗിച്ചത് വക്കം പുരുഷോത്തമനെ ആയിരുന്നു. അന്ന് സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ അതൃപ്തി വക്കം പുരുഷോത്തമൻ തുറന്നു പറഞ്ഞു. സത്യസന്ധമായി തയ്യാറാക്കിയ റിപ്പോർട്ട് നടപ്പാക്കാൻ KPCC ഭയപ്പെടുന്നു. പാർട്ടിക്കുള്ളിലെ ശത്രു പുറത്തെ ശത്രുവിനേക്കാൾ അപകടകാരിയാണെന്നും വക്കം പറഞ്ഞു. അതൊക്കെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ പിന്നെ അതേ രീതിയിലുള്ള കുറ്റം ചെയ്യാൻ പാർട്ടി നേതാക്കന്മാർ ഭയന്നനെ. എന്തെങ്കിലും നടപടികൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പലപ്പോഴും സത്യസന്ധമായ റിപ്പോർട്ട് നൽകാറില്ല. റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിയിലെ ഏതെങ്കിലും നേതാവായിരിക്കും. അദ്ദേഹത്തിനും ആരെയും പിണക്കാനായിട്ട് താല്പര്യം കാണില്ല. അതുകൊണ്ടൊരു ഉഴപ്പൻ റിപ്പോർട്ടുകളായിരിക്കും. ഞാൻ അങ്ങനെ ഒരു ഭയമോ ഭീതിയോ ഒന്നുമില്ലാതെ വളരെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കില്ലായിരുന്നു. പാർട്ടി തെരഞ്ഞെടുപ്പിലും മറ്റും പുറത്തുള്ള ശത്രുവിനേക്കാൾ അകത്തുള്ള ശത്രു കൂടുതൽ ഡാമേജ് ചെയ്യും. പാർട്ടിക്കുള്ളിൽ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്തി ശിക്ഷാ നടപടികളും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നുവെന്നും വക്കം പുരുഷോത്തമൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. 2 ദിവസത്തെ സഭാ നടപടികൾ റദ്ദാക്കി. ആലപ്പുഴയിലെ CPIM പ്രവർത്തകൻ ഷിബുവിന്റെ കൊലപാതകമാണ് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കിയത്. സർക്കാർ RSS അജണ്ട നടപ്പാക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. ഷിബുവിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് ആഭ്യന്തരമന്ത്രി മറുപടി നൽകി. ആലപ്പുഴയിലെ CPIM പ്രവർത്തകൻ ഷിബുവിന്റെ കൊലപാതകമാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ പ്രധാന ആയുധമാക്കിയത്. ഇതുവരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തിട്ടില്ല. എന്നാൽ P. ജയരാജനെ ഇല്ലായ്മ ചെയ്യാനുള്ള RSS അജണ്ട സർക്കാർ നടപ്പാക്കിയതായും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ AM ആരിഫ് പറഞ്ഞു. ഇതിൽ ഇന്ന് ഈ സമയം വരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തിട്ടില്ല സാർ. UAPA നിയമം ഇപ്പോൾ അത് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി ഉപയോഗിക്കുകയാണ് സാർ. കണ്ണൂരിലെ ബൈടെക്കിന്റെ തീരുമാനപ്രകാരമാണ് സാർ ജയരാജനെ എങ്ങനെയെങ്കിലും കൽത്തുറുങ്കിലടച്ച് ഇല്ലാതാക്കണം. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഷിബുവിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും ചെന്നിത്തല മറുപടി നൽകി. സാർ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിൽ നടന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ മറുപടി പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാക്കി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. തങ്ങൾ ഉന്നയിച്ച ഗൗരവകരമായ വിഷയം സർക്കാർ നിസ്സാരവൽക്കരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തിരിച്ചെത്തിയ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങുകയായിരുന്നു. ഇതേ തുടർന്ന് സ്പീക്കർ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുകയും ബജറ്റിന്മേലുള്ള ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രതിഷേധത്തിനിടെ ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പ്രതിപക്ഷം സഹകരിക്കാത്ത പശ്ചാത്തലത്തിൽ നാളത്തെയും തിങ്കളാഴ്ചത്തെയും സഭാ നടപടികൾ റദ്ദാക്കണമെന്ന പ്രമേയവും അവതരിപ്പിച്ചു. ഈ സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതലുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ സഭ 24 വരെ പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. നിയമസഭയിൽ നിന്നും S. ഷീജ. വിദേശികൾക്ക് ആവശ്യാനുസരണം മദ്യം ലഭിക്കാത്തതുമൂലം ടൂറിസം രംഗത്ത് പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും ക്യൂ നിൽക്കാതെ വിദേശികൾക്ക് മദ്യം ലഭിക്കുന്നതിന് ഔട്ട്ലെറ്റ് ആരംഭിക്കണമെന്നും ഡൊമിനിക് പ്രസന്റേഷൻ MLA ആവശ്യപ്പെട്ടു. നിയമസഭാ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ പൂട്ടിയ ശേഷം 12,850 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തതായി K. ബാബു സഭയെ രേഖാമൂലം അറിയിച്ചു. മദ്യനയത്തിന് അകത്തു നിന്നുകൊണ്ട് തന്നെ വിദേശികൾക്ക് മുന്തിയിനം മദ്യം നൽകാനുള്ള ഔട്ട്ലെറ്റുകൾ തുറക്കാൻ അനുവദിക്കുമോ എന്ന ഡൊമിനിക് പ്രസന്റേഷന്റെ ചോദ്യം മദ്യനയത്തിൽ നിന്നുള്ള വ്യതിചലനമാണോ എന്ന പരിഹാസം പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നുണ്ടാക്കി. ശിവൻകുട്ടി ബാറുടമകളുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന ഡൊമിനിക് പ്രസന്റേഷന്റെ തിരിച്ചടി സഭയിൽ പ്രതിപക്ഷ ബഹളത്തിന് കാരണമായി. വിദേശികളൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ക്യൂ നിൽക്കാൻ പറ്റുമോ സാർ? രണ്ട് സാർ, നിങ്ങൾ സന്തോഷവാന്മാരാണല്ലോ, ഇപ്പൊ പിടികിട്ടില്ല കാര്യം. അതെ ശിവൻകുട്ടി കരാറുണ്ടാക്കി വെച്ചിരിക്കല്ലേ, അത് അഡ്വാൻസ് മേടിച്ചിരിക്കുകയാണല്ലോ. എന്റെ ഭാഗത്ത് വെക്കണ്ട. ശിവൻകുട്ടിയുടെ പേര് വന്ന ഭാഗം രേഖയിൽ നീക്കം ചെയ്യുന്നു. ശബരിമലയിൽ ടൂറിസം ബംഗ്ലാവ് പണിയുന്നതിന് 7.2 കോടി രൂപ അനുവദിച്ചതായി ടൂറിസം മന്ത്രി AP അനിൽകുമാർ സഭയെ രേഖാമൂലം അറിയിച്ചു. RCCയിൽ നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതിയേതര ഇനത്തിൽ വകയിരുത്തിയ ഫണ്ട് മുഴുവനായി വിനിയോഗിച്ചില്ലെന്നും 45 കോടി അനുവദിച്ചതിൽ 30 കോടി രൂപ മാത്രമേ ചിലവഴിക്കാനായുള്ളൂ എന്നും VS ശിവകുമാർ സഭയെ അറിയിച്ചു. ബാറുകൾ അടച്ചുപൂട്ടിയതിനു ശേഷം ചാരായ വാറ്റ്, അനധികൃത മദ്യക്കച്ചവടം, മദ്യം കൈവശം വെക്കൽ എന്നിവ സംബന്ധിച്ച് 12,850 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഇതിൽ 6,006 പേര് ശിക്ഷിക്കപ്പെട്ടതായും K. ബാബു സഭയെ അറിയിച്ചു.
പ്ലാച്ചിമട ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് പരിഹാരമുണ്ടാക്കുമെന്ന് PJ ജോസഫ് സഭയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മരം വീണ് വിദ്യാർത്ഥിനി മരിച്ചു. 1ാം വർഷ BA എക്കണോമിക്സ് വിദ്യാർത്ഥിനി തൃശൂർ ചിറ്റിലപ്പള്ളി ശങ്കരൻ തടത്തിൽ അനൂഷയാണ് മരിച്ചത്. 5 പെൺകുട്ടികളടക്കം 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. കാലിക്കറ്റ് സർവകലാശാല കലോത്സവം നടക്കുന്നതിനിടെയാണ് അപകടം. സംസ്ഥാനത്ത് LDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന സർവേ. 77 മുതൽ 82 വരെ സീറ്റുകൾ നേടി LDF ഭരണത്തിൽ വരുമെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ പ്രവചനം. 41% വോട്ടുകൾ LDF നേടും. 37% വോട്ട് മാത്രമേ UDFന് ലഭിക്കൂ. UDF 55 മുതൽ 60 വരെ സീറ്റുകളിൽ ഒതുങ്ങും. 57% പേർ സോളാർ കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. സരിതയുടെ ആരോപണങ്ങൾ തിരിച്ചടിയാകുമെന്ന് 76% പേരും കരുതുന്നു. സോളാർ റിപ്പോർട്ട് UDFന് പ്രതികൂലമാകുമെന്ന് 73% പേരും, അഴിമതി പ്രധാന പ്രശ്നമെന്ന് 51% പേരും, UDFലെ തർക്കം തിരിച്ചടിയാകുമെന്ന് 68% പേരും അഭിപ്രായപ്പെടുന്നു. ദളിത് വിഭാഗത്തിൽ 63%, ഈഴവ 51%, നായർ 41%, മുസ്ലിം 43%, ക്രിസ്ത്യൻ 30% വോട്ടും LDFന് ലഭിക്കും. ചില സീറ്റുകളിൽ BJP ജയിച്ചേക്കുമെന്നും സർവേ പ്രവചനമുണ്ട്. CR നീലകണ്ഠന്റെ നേതൃത്വം അംഗീകരിക്കാതെ തമ്മിത്തല്ലി ആം ആദ്മി നേതാക്കൾ. കോട്ടയം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിനിടെ ജില്ലാ കൺവീനർ ജേക്കബ് ജോസഫ് നീലകണ്ഠനെ അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ബഹളവും വാക്കേറ്റവും മൂലം വാർത്താ സമ്മേളനം അടിച്ചുപിരിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ പ്രതിനിധി സമ്മേളന പരിപാടികൾ വിശദീകരിക്കാനായി കോട്ടയം പ്രസ് ക്ലബ്ബിലെത്തിയ CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനറാണെന്ന് വിശദീകരിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാൻ ജില്ലാ കൺവീനർ ജേക്കബ് ജോസഫിനെ ക്ഷണിച്ചപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. സാറ ജോസഫിന്റെ നേതൃത്വം അംഗീകരിക്കുന്ന ജേക്കബ് ജോസഫ് CR നീലകണ്ഠന്റെ നേതൃത്വം അംഗീകരിക്കില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞതോടെ വാക്കേറ്റവും ബഹളവുമായി. ഇരുവരോടൊപ്പം എത്തിയ അനുയായികളും ചേരിതിരിഞ്ഞ് തർക്കമാരംഭിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കെത്തി. ഇതോടെ പത്രപ്രവർത്തകർ ഇടപെട്ടു. ജില്ലാ കൺവീനർ ജേക്കബ് ജോസഫും ജില്ലാ സെക്രട്ടറി ബെഞ്ചമിനും പുറത്തുപോയതോടെയാണ് CR നീലകണ്ഠന് വീണ്ടും വാർത്താ സമ്മേളനം തുടരാനായത്. ആം ആദ്മി പാർട്ടിയിൽ സാറ ജോസഫിനെ നിഷ്പ്രഭമാക്കി CR നീലകണ്ഠൻ സംസ്ഥാന കൺവീനർ സ്ഥാനം തട്ടിയെടുത്തതിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ പരസ്യ പ്രതികരണമാണ് കോട്ടയത്ത് കണ്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സെഡ് നാഗ്ജി ഫുട്ബോളിലെ ആദ്യ സെമി ഫൈനലിൽ യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ പോരാട്ടം. ബ്രസീൽ ക്ലബ്ബ് അത്ലറ്റിക്കോ പരാനൈസ് ഐറിഷ് ക്ലബ്ബ് ഷംറോക്ക് റോവേഴ്സിനെ നേരിടും. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. വമ്പന്മാരെ വീഴ്ത്തിയെത്തിയ ഐറിഷ് പടയും പാരമ്പര്യത്തിന്റെ കരുത്തിലെത്തുന്ന ബ്രസീൽ ക്ലബ്ബുമാണ് ഫൈനൽ ടിക്കറ്റ് നേടാനുള്ള പോരാട്ടത്തിനായി ഇന്നിറങ്ങുന്നത്. അർജന്റീന അണ്ടർ-23 ടീമിനെയും ജർമ്മൻ ടീമിനെയും കീഴടക്കിയ കരുത്തുമായാണ് ഷംറോക്ക് റോവേഴ്സ് സെമിഫൈനലിലെത്തിയത്. അതേസമയം ടൂർണമെന്റിൽ കാണികളുടെ മനസ്സ് കീഴടക്കിയ പരാനൈൻസ് യുവനിരയാണ് ഇന്ന് കളത്തിലിറക്കുന്നത്. ബ്രസീലിയൻ ശൈലിയിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് പരാനൈൻസ് കാഴ്ചവെച്ചത്. ആക്രമിച്ചു കളിക്കുമ്പോൾ പ്രതിരോധത്തിലുണ്ടാവുന്ന വിള്ളലാണ് ടീമിന്റെ പ്രശ്നം. പരിചയസമ്പന്നരായ കളിക്കാരുമായാണ് ഷംറോക്ക് സെമി പോരാട്ടത്തിനിറങ്ങുന്നതെങ്കിലും അമിത പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നത് വിനയാകും. പരുക്ക് കാരണം ചില പ്രധാന താരങ്ങളില്ലാതെയാണ് ഇരു ടീമുകളും സെമിക്കെത്തുന്നത്. സെമി ഫൈനലിലേക്കും ഫൈനലിലേക്കും കൂടുതൽ കാണികളെ ആകർഷിക്കുന്നതിനായി ടിക്കറ്റ് നിരക്കിൽ സംഘാടകർ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.